കാണുന്ന ചിരിയുടെ പിന്നിൽ ഒരു വലിയ ടെൻഷൻ്റെ ഒരു കഥ ഉണ്ട്. ഞാൻ കരഞ്ഞു പോയൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, സന എനിക്കൊരു കേക്ക് വേണം. വാട്സപ്പിൽ ഞാൻ റെഫറൻസ് അയച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുമെന്നൊന്ന് നോക്കണേന്ന്. കേക്കല്ലേ? ഞാൻ അപ്പം തന്നെ കൺഫേം പറഞ്ഞു. നീ ടെൻഷൻ അടിക്കണ്ടേ, അത് ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. വാട്സപ്പിലത്തെ റെഫറൻസ് ആണെങ്കിൽ ഞാൻ നോക്കിയതുമില്ല. കുറച്ച് കഴിഞ്ഞ് റെഫറൻസ് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ പെട്ട്. ഇതാണെങ്കിലോ ഒരു റിയലിസ്റ്റിക് കേക്കാ. അപ്പൊ തന്നെ അവൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ റിയലിസ്റ്റിക് കേക്ക് ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന്. പാടെ അവൾ എന്നോട് പറഞ്ഞത്, എടാ അത് എനിക്കല്ലേ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മീനായാ മതി, എങ്ങനെ ആയാലും കുഴപ്പമില്ലാന്ന്. ആ ഒരൊറ്റ വാക്കിന്റെ ബലത്തിലാണ് ഈ കിടക്കണ മുതലിന് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. കുറെ ടൈം എടുത്ത് കുറെ കരഞ്ഞ് എവിടെ എത്താണ്ടാവോ, അവൾക്ക് വർക്ക് കൊടുക്കാൻ പറ്റാണ്ടാവോ എന്ന് ടെൻഷൻ അടിച്ച് ചെയ്ത് മുതലാണിത്. ഞാൻ നിസറുടെ വാപ്പാണ്. കേക്ക് അടിപൊളിയതാ, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഒരു വെറൈറ്റി ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. വന്നവർക്ക് ഭയങ്കര അത്ഭുതമായി മാറി. എന്തായാലും താങ്ക്സ് കേട്ടോ. ഓക്കെ.